എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 89 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മളെ ആദ്യത്തെ ചോദ്യം നോക്കാം. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 80 മീറ്റർ ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദി വിഡ്ത്ത്. വാട്ട് ആർ ദി ലെങ്ത് ആൻഡ് വിഡ്ത്ത്? അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 80 മീറ്റർ അല്ലേ? ഒരു റെക്ടാങ്കിളിന്റെ ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ്? 80 മീറ്റർ, 80 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലെ? ചുറ്റളവ് അതായത് പെരിമീറ്റർ. അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് എത്രയാണ്? 80 മീറ്റർ. ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദി വിഡ്ത്ത്. അതായത് ഈ ചതുരത്തിന്റെ നീളം വീതിയുടെ എന്താണ്? വീതിയുടെ 2 മടങ്ങിനേക്കാൾ അല്ലെ 2 ടൈംസിനേക്കാൾ എത്ര കൂടുതലാണ്? 1 മീറ്റർ കൂടുതലാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണാം? ചുറ്റളവ് നമ്മൾ എങ്ങനെ കാണാം? 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലെ? അതായത് 2 ഇൻറ്റു എൽ പ്ലസ് ബി. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് നീളം, ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് അല്ലെ വീതി. അപ്പൊ 2 കൊണ്ട് ഇത് കൂട്ടിയത് 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ ചുറ്റളവ് കിട്ടും അല്ലെ? അപ്പൊ അതാണ് നമുക്ക് 80 തന്നിട്ടുള്ളത്. ഇനി ഇവിടത്തെ നീളവും വീതി എങ്ങനെയാണെന്ന് നോക്കിയേ. വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ് നീളം അല്ലെ? അപ്പൊ നമുക്ക് വീതിയുടെ 2 മടങ്ങിനേക്കാൾ അല്ലെ? അപ്പൊ നമുക്ക് വീതിക്ക് എന്ത് കൊടുക്കാം? വീതിക്ക് നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ വീതി എക്സ് ആണ് ഇതിന്റെ വീതി. അങ്ങനെയാണെങ്കിൽ നീളം എത്രയായിരിക്കും? ഇതിന്റെ 2 മടങ്ങിനേക്കാൾ, 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2x അല്ലെ? 2x എത്ര കൂടുതലാണ്? 1 മീറ്റർ കൂടുതലാണ്. അപ്പൊ 2x എന്ന് പറഞ്ഞാൽ ഇതിന്റെ 2 ഇരട്ടി. അപ്പൊ 2x ആയി. 2x അപ്പൊ ഇതിന്റെ ഇരട്ടിയായി. അതിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അപ്പൊ +1. കണ്ടില്ലേ? അപ്പൊ ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ വീതി നമ്മൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ 2 ഇരട്ടിയേക്കാൾ 1 മീറ്റർ കൂടുതൽ. അപ്പൊ 2x + 1. അപ്പൊ നമുക്കിവിടെ ഇതിന്റെ നീളവും കിട്ടി, വീതിയും കിട്ടി അല്ലെ? അപ്പൊ നമുക്കറിയാം ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ എല്ലിന് പകരം ഈ നീളം കൊടുക്കുക, ബിക്ക് പകരം ഈ വീതിയും കൊടുക്കുക അല്ലെ? അപ്പൊ 2 ഇൻറ്റു എൽ. ഇവിടെ നീളം എത്രയാണ്? 2x + 1 അല്ലെ? ഇവിടുത്തെ എൽ എന്ന് പറഞ്ഞാൽ 2x + 1 ആണ്. പിന്നെ പ്ലസ് വീതി എത്രയാണ്? ബി എക്സ്. അപ്പൊ ഇവിടെ നമ്മൾ എൽ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? എൽ ആണ് 2x + 1, ബി എന്ന് പറയുന്നത് എക്സ് അല്ലെ? അപ്പൊ ഇവിടെ 2 ഇൻറ്റു 2x + 1 അതായത് നീളം പ്ലസ് വീതി എക്സ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 8 കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് നോക്കിയാൽ ഒരു ഇക്വേഷനിലേക്ക് എത്തി. 2 ഇൻറ്റു 2x + 1 + x = 80. ഇനി ഇവിടെ നോക്കിയേ 2 ഇൻറ്റു 2x + 1 + x അല്ലെ? ഇവിടെ 2x ഉണ്ട്, ഇവിടെ വീണ്ടും ഒരു x ഉണ്ട്. അപ്പൊ എത്ര x ആയി മൊത്തം? 3x ആയി അല്ലെ? 3x + 1. അപ്പൊ 2 ഇൻറ്റു 3x + 1 = 80. ഇവിടെ നോക്കിയേ 2 കൊണ്ട് 3x + 1നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 80 കിട്ടും അല്ലെ? അപ്പൊ നമ്മുടെ 3x + 1 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 3x + 1 കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 80യെ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ഇങ്ങോട്ട് പോകുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ ഈ ഇൻറ്റു ഇപ്പുറത്ത് വന്നപ്പോൾ /2 ആയി. അപ്പൊ നമുക്കിവിടെ 3x + 1 അല്ലെ? ഇത് മാത്രം നമുക്ക് കിട്ടി 80. ഈ 2 ഇങ്ങോട്ട് വന്നപ്പോൾ /2. അതായത് 3x + 1 = 80/2 എന്ന് പറഞ്ഞാൽ 40. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3xന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? 3x എത്ര വരും? 40. ഈ +1 അങ്ങോട്ട് പോകുമ്പോൾ -1 അല്ലെ? അതായത് 30ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ എത്ര വരും? 40ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 39. അങ്ങനെയാണെങ്കിൽ x എന്ത് വരും? x = ഇവിടെ 39 ഉണ്ട് ഇൻറ്റു 3 എന്നുള്ളത് /3 അല്ലെ? അപ്പൊ നമുക്ക് 3ൽ 3 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. പിന്നെ 9ൽ 3 പ്രാവശ്യം അല്ലെ? 39നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 13 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എക്സിന്റെ വില കിട്ടി 13. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ വീതി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബ്രെഡ്ത്ത് അതായത് വീതി. ബ്രെഡ്ത്ത് = 13 എന്താണ്? മീറ്റർ ആണ് തന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ 13 മീറ്റർ.
അപ്പോൾ ആദ്യത്തെ ഉത്തരം നമുക്ക് കിട്ടി. ഇനി ഇവിടെ വെച്ച് നിർത്തരുത്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വീതി ചോദിച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ വീതിയും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. സോറി, നീളം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നീളം കൂടി കണ്ടുപിടിക്കണം അല്ലേ. നമുക്കറിയാം L = നീളം എന്താണ്? 2x + 1 അല്ലേ. അപ്പോൾ 2x + 1 ഇതാണ് നീളം. അപ്പോൾ ഇവിടെ x അല്ലെ, വീതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 13 കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 × വീതി എത്രയാണ്? 13 അല്ലെ. x എന്ന് പറഞ്ഞാൽ വീതിയാണ്, വീതി 13. അപ്പോൾ 2 × 13 + 1. അപ്പോൾ 2 × 13 എത്രയാണ്? 26. 26 + 1 = 27. അപ്പോൾ L കിട്ടി അല്ലേ. L എന്ന് പറഞ്ഞാൽ എന്താണ്? L എന്ന് പറഞ്ഞാൽ നീളം. അപ്പോൾ ലെങ്ത്, നീളം എത്രയാണ്? 27 മീറ്റർ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. When a 100 rupee note was changed to 20 rupees and 10 rupee notes, 7 notes were got. How many of each? എന്താണ് പറഞ്ഞിട്ടുള്ളത്? നാം സാധാരണ ചെയ്യാറുണ്ട് അല്ലേ. നമ്മളിപ്പോൾ 100ന്റെ നോട്ട് നമുക്ക് ചേഞ്ച് ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് കടയിലോ അല്ലെങ്കിൽ മറ്റോ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് ചേഞ്ച് വാങ്ങും അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതേപോലെ ചേഞ്ച് വാങ്ങിയപ്പോൾ എന്തൊക്കെ കിട്ടി? 10ന്റെയും 20ന്റെയും നോട്ടുകളാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ എത്രയോ 10ന്റെ കുറച്ച് നോട്ടും കൊടുത്തു, കുറച്ച് 20ന്റെ നോട്ടും കൊടുത്തു. അങ്ങനെ മൊത്തം എത്ര നോട്ടുകൾ ഉണ്ടായിരുന്നു? 7 നോട്ട് കിട്ടിയാകെ. അപ്പോൾ 7 നോട്ടിൽ 10ന്റെ നോട്ടും ഉണ്ട്, 20ന്റെ നോട്ടും ഉണ്ട്. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഓരോന്നും ഹൗ മെനി ഓഫ് ഈച്ച് അല്ലെ, ഓരോന്നും ഈ 10ന്റെ എത്ര നോട്ട് കിട്ടി, 20ന്റെ എത്ര നോട്ട് കിട്ടി, ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് ആകെ 7 നോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അല്ലെ, അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആകെ 7 നോട്ട് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ്, അതായത് ആകെ കിട്ടിയ നോട്ടുകളുടെ എണ്ണം അല്ലെ, അങ്ങനെ എഴുതാം. അപ്പൊ ആകെ കിട്ടിയ നോട്ടുകളുടെ എണ്ണം എത്രയാണ്? 7 നോട്ടുകൾ കിട്ടി. അപ്പൊ 7 നോട്ട് കിട്ടി. ഇനി അതിൽ 20ന്റെ എത്ര നോട്ടുണ്ട്, 10ന്റെ എത്ര നോട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു നോട്ടിന്റെ എണ്ണം നാം x ആണെന്ന് വിചാരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് 20ന്റെ നോട്ടുകൾ എത്ര എണ്ണം കിട്ടി? അത് x എണ്ണം കിട്ടിയെന്ന് വിചാരിക്കാം. അത് 2 3 എത്ര ആയിക്കോട്ടെ, അതിന് നാം x എന്ന് വിചാരിച്ചു. അതായത് നമ്പർ ഓഫ് 20 റുപ്പീസ് നോട്ട്സ്, അതായത് 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയാണെന്ന് വിചാരിച്ചു നമ്മൾ? x എണ്ണം കിട്ടി. അത് ഒരെണ്ണോ രണ്ടെണ്ണോ മൂന്നെണ്ണം എത്ര ഉണ്ടാവും? x എണ്ണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് 10 റുപ്പീസ് നോട്ട്, 10 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയായിരിക്കും? ആകെ 7 എണ്ണം നോട്ടുകളാണ് കിട്ടിയത് അല്ലെ. അതിൽ x എണ്ണം 20ന്റെ നോട്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് നോക്കിയാൽ ആകെ 7 നോട്ട് കിട്ടി. അതിൽ 2 എണ്ണം 20ന്റെ നോട്ട്, 2 നോട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ 10ന്റെ എത്ര നോട്ട് ഉണ്ടാവും? 5 നോട്ട് ഉണ്ടാവും അല്ലെ. അതായത് 7ൽ നിന്ന് നാം 2 കുറച്ചാൽ മതി അല്ലെ. 7ൽ നിന്ന് 2 കുറക്കുമ്പോൾ 5 കിട്ടി. അപ്പൊ 5 നോട്ട് എന്തായിരിക്കും? 10ന്റെ നോട്ടായിരിക്കും അല്ലെ. അപ്പൊ 7 നോട്ടിൽ 2 നോട്ട് 20ന്റെയും 5 നോട്ട് 10ന്റെയും. അപ്പൊ അതേപോലെ ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ 20ന്റെ നോട്ട് x എണ്ണം, 20ന്റെ x എണ്ണം നോട്ടുണ്ട്. ആകെ നോട്ട് 7 എണ്ണാണ്. അപ്പൊ 10ന്റെ എത്ര ഉണ്ടായിരിക്കും? ഇവിടെ നമ്മൾ 7ൽ നിന്ന് 2 കുറച്ചപ്പോൾ 5 കിട്ടി അല്ലെ. അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ 7ൽ നിന്ന് x കുറയ്ക്കണം അല്ലെ. അപ്പൊ നമുക്ക് 7ൽ നിന്ന് x കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ആയിരിക്കും 10 രൂപ നോട്ടുകളുടെ എണ്ണം. അത്ര 10 രൂപ നോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇനി ഇവിടെ നോക്കിയാൽ 20ന്റെ 2 നോട്ടുകൾ കിട്ടിയെന്ന് വിചാരിക്കും. അത് എത്ര രൂപയുണ്ടായിരിക്കും? 20നെ 2 കൊണ്ട് ഗുണിക്കും അല്ലേ. അതായത് 20 × 2. അപ്പൊ നമുക്ക് 40 രൂപ കിട്ടി. അതായത് 20ന്റെ 2 നോട്ടുകളുണ്ട്. അപ്പൊ 20 × 2 40 രൂപ. ഇനി 10ന്റെ 5 നോട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 × 5 അല്ലെ, 50 രൂപ. അപ്പൊ അതേ രൂപത്തിൽ നമുക്ക് ഇവിടെ നോക്കിയേ 20ന്റെ x എണ്ണുണ്ട്, 10ന്റെ 7 - x എണ്ണുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്ര രൂപയുണ്ടായിരിക്കും? ഇവിടെ നമ്മൾ 2 20ന്റെ നോട്ടുകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് പറയാം? x എണ്ണം അല്ലെ, x 20ന്റെ നോട്ടുകളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x 20 റുപ്പീസ് നോട്ട്സ്. x എന്ന് പറയുന്നത് എന്താണ്? എണ്ണം അല്ലെ. x 20ന്റെ രൂപ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എത്ര വരും? നമ്മ ഇവിടെ എന്ത് വരും? 20 × 2 40 അല്ലെ. അതുപോലെ ഇവിടെ എന്ത് വരും? 20 ×
എക്സ്. 20 ഇൻറ്റു എക്സ്. ഇനി 10ന്റെ എത്ര എണ്ണം ഉണ്ട്? എണ്ണം 7 മൈനസ് എക്സ് ആണ് അല്ലേ? അപ്പൊ 7 മൈനസ് എക്സ് അത്രയും എണ്ണം ഉണ്ട് ഏതിന്റെ? 10 രൂപ നോട്ടുകൾ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 7 മൈനസ് എക്സ് 10 റുപ്പീസ് നോട്ട്സ്. അതായത് 10ന്റെ 7 മൈനസ് എക്സ് എണ്ണം നോട്ടുകളുണ്ട്. അപ്പൊ എത്ര പൈസയാവും? 10 കൊണ്ട് 7 മൈനസ് എക്സിനെ ഗുണിക്കണം അല്ലേ? നമുക്ക് എന്ത് എഴുതാം? 10 ഇൻറ്റു 7 മൈനസ് എക്സ്. ഇത് ശരിക്കും ശ്രദ്ധിക്കണം, എന്നാലേ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ഇത്രയും, അപ്പൊ 20ന്റെ ഇത്ര രൂപയുണ്ടായിരിക്കും, 10ന്റെ നോക്കുമ്പോൾ ഇത്ര രൂപയുണ്ടായിരിക്കും. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? മൊത്തം 100 രൂപയാണ് അല്ലേ? അപ്പൊ നമുക്ക് 100 രൂപ കിട്ടണ്ടേ അല്ലേ? അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ കിട്ടണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 20x. അപ്പൊ 20ന്റെ ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട്. 20x പ്ലസ് 10ന്റെ ഇത്ര രൂപ ഉണ്ട്. അപ്പൊ 10 ഇൻറ്റു 7 മൈനസ് എക്സ് സീക്വൽ ടു എന്തെന്ന് എഴുതാം? നമുക്ക് 100 രൂപ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ കിട്ടണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 20x അല്ലെ? 20x നമുക്കൊന്നും ചെയ്യാനില്ല, 20x അങ്ങനെ തന്നെ എഴുതി. പ്ലസ് 10 ഇൻറ്റു 7 മൈനസ് എക്സ് അല്ലെ? അപ്പൊ ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുകൊണ്ട് ഓരോന്നിനെയും നമ്മൾ ഗുണിക്കണം. വേണ്ടേ? വേണം. അതായത് ബ്രാക്കറ്റ് നമ്മൾ പൊട്ടിക്കണം. അപ്പൊ എന്ത് വരും? 10 ഇൻറ്റു 7 എത്രയാണ്? 70. ഇനി മൈനസ് 10 ഇൻറ്റു എക്സ് എത്രയാണ്? 10x സീക്വൽ ടു 100. ഇനി നമുക്ക് നോക്കിയേ, ഇവിടെ 20x ഉണ്ട്, ഇവിടെ 10x ഉണ്ട് അല്ലെ? അപ്പൊ 20x നിന്ന് 10x കുറയ്ക്കണം. 20x നിന്ന് 10x കുറച്ചാൽ ബാക്കി എന്ത് വരും? 10x 10x വന്നു അല്ലെ? ബാക്കി എന്താ ഇവിടെ ഉള്ളത്? പ്ലസ് 70. അപ്പൊ 10x പ്ലസ് 70 ഈസ് ഈക്വൽ ടു 100. അപ്പൊ ഇതിൽ നമുക്ക് 10xന്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലെ? എന്ത് ചെയ്താൽ മതി? 10x ഈസ് ഈക്വൽ ടു, ഇവിടെ 100 ഉണ്ട്, ഈ 70 പ്ലസ് 70 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൈനസ് 70 ആയി മാറി അല്ലെ? അപ്പൊ 10x ഈസ് ഈക്വൽ ടു 100 മൈനസ് 70 ഈക്വൽ ടു എന്ത് വരും? 30 അല്ലെ? അപ്പൊ 10x ആണ് 30. അങ്ങനെയാണ് x എന്ത് വരും? x ഈസ് ഈക്വൽ ടു 30 ബൈ 10. 30ന് 10 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 3. അപ്പൊ x എന്ന് പറഞ്ഞാൽ 3. x എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് 20 നോട്ട്സ് അല്ലെ? 20 റുപ്പീസ് നോട്ടിന്റെ എണ്ണമാണ് നമ്മൾ x എന്ന് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്കിവിടെ എന്ത് കിട്ടി? നമ്പർ ഓഫ് 20 റുപ്പീസ് നോട്ട് 3 എണ്ണാണെന്ന് കിട്ടി. അപ്പൊ നമ്പർ ഓഫ് 20 റുപ്പീസ് നോട്ട്സ്, അതായത് 20 രൂപയുടെ നോട്ടുകളുടെ എണ്ണം എത്രയാണ്? 3. അങ്ങനെയാണെങ്കിൽ 10 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര കിട്ടും? 7ൽ നിന്ന് ഈ എക്സിനെ കുറച്ചാൽ മതി അല്ലേ? അപ്പൊ നമ്പർ ഓഫ് 10 റുപ്പീസ് നോട്ട്സ് എന്ത് വരും? 7 മൈനസ് എക്സ് അല്ലേ? അപ്പൊ 7 മൈനസ് എക്സ് ഈക്വൽ ടു 7 മൈനസ് 3 ഈക്വൽ ടു 4. അപ്പൊ അത് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയാൽ 20 രൂപയുടെ 3 നോട്ടുകളാകുമ്പോൾ എത്രയായി? 60 രൂപയായി അല്ലെ? 60 രൂപയായി. 10 രൂപയുടെ 4 നോട്ട്, അപ്പൊ 40 രൂപയായി അല്ലെ? അപ്പൊ 60ഉം 40ഉം 100 രൂപ അല്ലെ? ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് മൂന്നാമത്തെ ചോദ്യം? ദി പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 റുപ്പീസ് മോർ ദാൻ ദി പ്രൈസ് ഓഫ് എ പെൻ അല്ലെ? അതായത് ഒരു പുസ്തകത്തിന്റെ വില പേനയുടെ വിലയേക്കാൾ എത്ര കൂടുതലാണ്? 4 രൂപ കൂടുതലാണ്. അടുത്തെന്താ പറയുന്നത്? ദി പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് 2 റുപ്പീസ് ലെസ് ദാൻ ദി പ്രൈസ് ഓഫ് ദിസ് പെൻ അല്ലെ? അതായത് ഇനി ഒരു പെൻസിലിന്റെ വില നമ്മുടെ നേരത്തെ പറഞ്ഞ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. എ പേഴ്സൺ ബോട്ട് 5 ബുക്സ് 2 പെൻസ് ആൻഡ് 3 പെൻസിൽസ് ആൻഡ് പെയ്ഡ് 54 റുപ്പീസ് ഫോർ ദം. ഒരാൾ എന്ത് ചെയ്തു? 5 പുസ്തകങ്ങൾ വാങ്ങി, പിന്നെ 2 പേന വാങ്ങി, പിന്നെ 3 പെൻസിലും വാങ്ങി. അപ്പൊ ഇതെല്ലാം കൂടി വാങ്ങിയപ്പോൾ എത്ര രൂപ കൊടുത്തു? 54 രൂപ. അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും വില എത്ര? ഇതാണ് ചോദ്യം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3 സാധനങ്ങളുണ്ട്. ഒന്ന് പുസ്തകം, പിന്നെ പേന, ഇവിടെ പെൻസിൽ അല്ലെ? പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ് പുസ്തകത്തിന്റെ വില. പിന്നെയോ പെൻസിലിന്റെ വില പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ചോദ്യം വായിക്കുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ആദ്യം നോക്കി എന്താണ് പറ്റുന്നത്? ഒരു പുസ്തകത്തിന്റെ വില അല്ലെ? പുസ്തകത്തിന്റെ വില എന്താണ്? പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതായത് ഇവിടെ നോക്കിയാൽ പുസ്തകത്തിന്റെ വില, നമുക്ക് ബുക്കിന്റെ വില പേനയുടെ വിലയേക്കാൾ, അത് പെന്നിന്റെ വിലയേക്കാൾ
4 രൂപ കൂടുതൽ അല്ലേ, 4. അപ്പോൾ പുസ്തകത്തിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്ത എന്താണ് പറഞ്ഞത്? ദി പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് 2 rupees ലെസ് ദാൻ ദി പ്രൈസ് ഓഫ് ദിസ് പെൻ അല്ലേ. ഇനി അടുത്ത് പറയുന്നത് പ്രൈസ് ഓഫ് എ പെൻസിൽ, ഒരു പെൻസിലിൻ്റെ വിലയാണ്. അപ്പോൾ നമുക്ക് പെൻസിലിൻ്റെ വില എന്ത് വരും? പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവ് അല്ലേ. അപ്പോൾ പെന്നിൻ്റെ വില അതിനേക്കാൾ 2 രൂപ കുറവാണ്, അതായത് -2. ഇതിൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൻസിലിൻ്റെ വില കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു എക്സ് എന്ന് കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആർക്ക് എക്സ് കൊടുക്കുന്നതായിരിക്കും എളുപ്പം? ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് പുസ്തകത്തിൻ്റെ വിലയും പെൻസിലിൻ്റെ വിലയും കമ്പയർ ചെയ്യുന്നത് ആരായിട്ടാണ്? പെൻ്റെ വിലയായിട്ടാണ് അല്ലേ. പെൻ്റെ വിലയേക്കാൾ 4 രൂപ കൂടുതൽ, പെൻ്റെ വിലയിൽ നിന്ന് 2 രൂപ കുറവ് അല്ലേ. അപ്പോൾ പേനയുടെ വിലയായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പെന്നിൻ്റെ വിലയേക്കാൾ 4 രൂപ കൂടുതൽ, ഇവിടെ പെന്നിൻ്റെ വിലയേക്കാൾ 2 രൂപ കുറവ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെന്നിൻ്റെ വിലയെ നമുക്ക് എക്സ് ആണെന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം പ്രൈസ് ഓഫ് എ പെൻ. പ്രൈസ് ഓഫ് എ പെൻ, അതായത് മലയാളം മീഡിയക്കാർ എഴുതാം ഒരു പേനയുടെ വില എത്രയാണ്? ഒരു പേനയുടെ വില നമുക്ക് എക്സ് ആണെന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു പുസ്തകത്തിന്റെ വില എന്തായിരിക്കും? അപ്പോൾ പ്രൈസ് ഓഫ് എ ബുക്ക്, ഒരു പുസ്തകത്തിന്റെ വില എന്തായിരിക്കും? പെന്റെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ് അല്ലേ. പെന്റെ വില എത്രയാണ്? പെന്റെ വില എക്സ്. അപ്പോൾ എക്സിന്റെ കൂടെ 4 രൂപ കൂടുതൽ, അപ്പോൾ എക്സ് പ്ലസ് 4. ഇനി പെൻസിലിന്റെ വില എന്തായിരിക്കും? പ്രൈസ് ഓഫ് എ പെൻസിൽ, ഒരു പെൻസിലിന്റെ വില എത്ര വരും? പെന്നിന്റെ വിലയേക്കാൾ 2 രൂപ കുറവ് അല്ലെ. പെന്നിന്റെ വില എക്സ് ആണ്, അതിൽ നിന്ന് 2 കുറയ്ക്കണം, അപ്പോൾ എക്സ് -2. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പെന്നിന്റെ വില കിട്ടി, ഒരു ബുക്കിന്റെ വില കിട്ടി, ഒരു പെൻസിലിന്റെ വില കിട്ടി അല്ലേ. അപ്പോൾ 5 ബുക്കിന്റെ വില എത്ര വരും? അപ്പോൾ പ്രൈസ് ഓഫ് 5 ബുക്സ്, ഒരു ബുക്കിന്റെ വില എത്രയാണ്? എക്സ് പ്ലസ് 4 അല്ലെ. എക്സ് പ്ലസ് 4 ആണ് ഒരു ബുക്കിന്റെ വില. അങ്ങനെയാണെങ്കിൽ 5 ബുക്കിന്റെ വില എന്ത് വരും? 5 × എക്സ് പ്ലസ് 4. പിന്നെ എന്താണ് വാങ്ങിയത്? 2 പെൻ അല്ലെ, 2 പേനകൾ വാങ്ങി. അപ്പോൾ നമുക്ക് എഴുതാം പ്രൈസ് ഓഫ് 2 പെൻസ്. 2 പേനകളുടെ വില, ഒരു പേനയുടെ വില എന്താണ്? എക്സ് അല്ലെ. അപ്പോൾ 2 പേനയുടെ വില 2 × എക്സ്, 2x. ഇനി എത്ര പെൻസിൽ വാങ്ങി? 3 പെൻസിൽ വാങ്ങി അല്ലേ. അപ്പോൾ അതിന്റെ വില എന്ത് വരും? പ്രൈസ് ഓഫ് 3 പെൻസിൽസ്. 3 പെൻസിൽ വാങ്ങി, ഒരു പെൻസിലിന്റെ വില എത്രയാണ്? x -2. അപ്പോൾ 3 പെൻസിലിന്റെ വില 3 × x -2 അല്ലേ. 3നെ നമ്മൾ x -2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 പെൻസിലിന്റെ വില കിട്ടും. അപ്പോൾ ഇനി 5 ബുക്സിന് ഇത്ര രൂപ, 2 പേനയ്ക്ക് ഇത്ര രൂപ, 3 പെൻസിലിന് ഇത്ര രൂപ അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയപ്പോൾ എത്ര പൈസ കൊടുത്തു? 54 രൂപ കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 54 കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ 5 ബുക്കിന്റെ വില 5 × x + 4. നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഇതിനെ ഓരോന്നിനും ഗുണിക്കണം അല്ലേ. ഗുണിക്കണം. അപ്പോൾ 5 × x 5x പ്ലസ് 5 × 4 20. അപ്പോൾ ഇതാണ് 5 ബുക്കുകളുടെ വില, 5x + 20. മനസ്സിലായല്ലോ. പ്ലസ് ഇനി 2 പേനകളുടെ വില എത്രയാണ്? 2x അല്ലേ. അത് 2x, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2x തന്നെ എഴുതി. ഇനി 3 പെൻസിലിന്റെ വില 3 × x -2 അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ 3 കൊണ്ട് ഇതിനെയും ഗുണിക്കണം, ഇതിനെയും ഗുണിക്കണം അല്ലേ. 3 × x 3x, ഇനി മൈനസ് 3 × 2 6. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? എത്ര രൂപ കൊടുത്തു? 54 രൂപ കൊടുത്തു. ഇനി ഇവിടെ എന്ത് ചെയ്യണം? എക്സുകൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. എക്സുകൾ നോക്കിയാൽ 5x ഇവിടെ ഉണ്ട്, പിന്നെ 2x ഉണ്ട്, പിന്നെ 3x ഉണ്ട്. അപ്പോൾ എത്ര ആയത്? 5ഉം 2 7ഉം 3ഉം 10 അല്ലേ. അപ്പോൾ മൊത്തം 10x. അത് കഴിഞ്ഞു. ഇനി എന്താണ് ഇവിടെ? ഒരു 20 ഉണ്ട്, പിന്നെ ഒരു മൈനസ് അല്ലേ. 20ൽ നിന്ന് 6 കുറയ്ക്കണം. അപ്പോൾ 20ൽ നിന്ന് 6 കുറച്ച് എത്ര കിട്ടും? നമുക്ക് 14 കിട്ടി അല്ലേ. അപ്പോൾ 10x + 14 = 54. അങ്ങനെയാണെങ്കിൽ 10x എന്ത് വരും? നമുക്ക് ആദ്യം 10xന്റെ വാല്യൂ കാണാം. 10x 54ൽ നിന്ന് ഈ 14 അങ്ങോട്ട് പോകുമ്പോൾ -14 എന്ത് വരും? 10x = 54ൽ 14 പോയി കഴിഞ്ഞാൽ 40. x = 40 × 10/10 ആയി = 4. അപ്പോൾ ഇവിടെ നമുക്ക് x കിട്ടി 4. x എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് എ പെൻ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം പ്രൈസ് ഓഫ് എ പെൻ = 4 rupees. ഒരെണ്ണത്തിന് ഉത്തരം കിട്ടി അല്ലേ. ഇനി പ്രൈസ് ഓഫ് എ ബുക്ക് എന്ത് വരും? പ്രൈസ് ഓഫ് എ ബുക്ക്
എക്സിൻ്റെ കൂടെ 4 കൂട്ടാം അല്ലേ, എക്സ് പ്ലസ് 4 അല്ലേ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ 4 കിട്ടിയത്, 4ൻ്റെ കൂടെ ഒരു 4 രൂപയും കൂടി കൂട്ടണം, അതായത് 8 രൂപ. അപ്പോൾ അത് കിട്ടി. ഇനി നമുക്കോ പ്രൈസ് ഓഫ് എ പെൻസിൽ, ഒരു പെൻസിലിൻ്റെ വില എത്ര വരും? ഈ എക്സിൽ നിന്ന്, അതായത് പേനയുടെ വില, എക്സ് പേനയുടെ വില അല്ലേ, പേനയുടെ വിലയിൽ നിന്ന് 2 രൂപ കുറക്കണം, അതായത് എക്സ് -2, എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 4, പേനയുടെ വില, അതിൽ നിന്ന് 2 കുറയ്ക്കണം, ഈക്വൽ ടു 2. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു പേനയുടെ വില 4 രൂപ, ഒരു ബുക്കിൻ്റെ വില 8 രൂപ, ഒരു പെൻസിലിൻ്റെ വില 2 രൂപ അല്ലേ. ഈ കാലഘട്ടത്തിൽ ഇത്രയും ചീപ്പായിട്ട് ഒരു 8 രൂപയ്ക്ക് ഒരു പുസ്തകവും ഒരു 4 രൂപയ്ക്ക് ഒരു പേനയും 2 രൂപയ്ക്ക് പെൻസിലും കിട്ടുന്ന ഒരു ഷോപ്പ് നമുക്കറിയുകയാണെങ്കിൽ അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കണക്കെടുക്കുന്ന ടീച്ചറോട് ചോദിക്കുക, ടീച്ചർ ഈ ഷോപ്പിൻ്റെ എവിടെ നിന്നൊന്ന് പറഞ്ഞുതരാൻ പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ, എ സ്ക്വയർ കണ്ടെയ്നിങ് 4 നമ്പേഴ്സ് ഇൻ എ കലണ്ടർ ഈസ് മാർക്ക്ഡ് ആൻഡ് ദി സം ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് 80. വാട്ട് ആർ ദി നമ്പേഴ്സ്? അതായത് ഒരു കലണ്ടറിൽ നമുക്കറിയാം, കലണ്ടർ കണ്ടുണ്ട് അല്ലേ, കലണ്ടറിൽ ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിൽ 4 നമ്പറുകൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് വേണം, അതിലെ ഈ സംഖ്യകളെല്ലാം ഈ 4 സംഖ്യകൾ കൂടി കൂട്ടിയപ്പോൾ 80 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതാണ് ചോദ്യം. സ്ക്വയറിലുള്ള 4 സംഖ്യകൾ സെലക്ട് ചെയ്യാൻ പറയും. ഇപ്പം നമ്മൾ ഈ സംഖ്യകൾ സെലക്ട് ചെയ്യുന്ന വിചാരിക്കുക. ഈ സംഖ്യയുടെ പ്രത്യേകത എന്താണ്? നമുക്ക് ഇതൊരു സംഖ്യ അല്ലേ, ഇതിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ കിട്ടും അല്ലേ. അപ്പോൾ 1ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 2. ഇനി ഇതിൻ്റെ അടിയിലുള്ള സംഖ്യ കൂട്ടാൻ നമ്മൾ എത്ര കൂട്ടണം? നമുക്കറിയാം ഒരാഴ്ചയിൽ 7 ദിവസം അല്ലേ, അതുകൊണ്ട് നമുക്ക് 1ൻ്റെ കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടും അല്ലേ. അപ്പോൾ 1ൻ്റെ കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടി. പിന്നെ ഇത് കിട്ടണമെങ്കിലോ 1ൻ്റെ കൂടെ 7ഉം 1ഉം, അപ്പോൾ അതും 1ൻ്റെ കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടും അല്ലേ. അതായത് ഈ സംഖ്യയുടെ 8 കൂട്ടിയാൽ ഇത് കിട്ടും, ഈ സംഖ്യയുടെ 1 കൂട്ടിയാൽ ഇത് കിട്ടും, ഈ സംഖ്യയുടെ 7 കൂട്ടിയാൽ ഇത് കിട്ടും. ഓക്കെ. നമ്മൾ വേറെ എടുക്കാമെന്ന് വിചാരിക്കുക, വേറെ സ്ക്വയർ എടുത്തു, ഇതാണ് നമ്മൾ എടുത്ത സ്ക്വയർ എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇതിൻ്റെ കൂടെ 1 കൂട്ടി, അപ്പോൾ 5 കിട്ടി അല്ലേ. ഇതിൻ്റെ കൂടെ 7 കൂട്ടി 11 കിട്ടി, ഇതിൻ്റെ കൂടെ 8 കൂട്ടി 12 കിട്ടി അല്ലേ. അപ്പോൾ എല്ലാം എങ്ങനെ സ്ക്വയർ എടുത്താൽ ഇത് തന്നെ ആയിരിക്കും വരാം അല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ ഇത് എടുത്തെന്ന് വിചാരിക്കുക, ഒരു സ്ക്വയർ. ഇങ്ങനെയാണെങ്കിലോ 23ൻ്റെ കൂടെ 1 കൂട്ടി അല്ലേ, അപ്പോൾ 23ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 30, 23ൻ്റെ കൂടെ 8 കൂട്ടി 31 അല്ലേ. അതായത് നാം ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ സംഖ്യക്ക്, ആദ്യത്തെ അക്കത്തിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അടുത്ത എന്ത് കൊടുക്കാം? നമുക്ക് എക്സ് പ്ലസ് 1 എന്ന് കൊടുക്കാം അല്ലേ. ഇതിൻ്റെ കൂടെ 1 കൂട്ടുന്നു, ഇതിൻ്റെ കൂടെ 1 കൂട്ടുന്നു, ഇതിൻ്റെ കൂടെ 1 കൂട്ടുന്നു അല്ലേ. അപ്പോൾ ഇത് എക്സ് പ്ലസ് 1 ആയിരിക്കും. ഇതാണെങ്കിലോ എക്സിൻ്റെ കൂടെ 7 കൂട്ടണം, അപ്പോൾ എക്സ് പ്ലസ് 7 അല്ലേ. ഇത് കിട്ടണമെങ്കിലോ എക്സിൻ്റെ കൂടെ 8 കൂട്ടണം, എക്സ് പ്ലസ് 8. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു സ്ക്വയർ വരച്ചിട്ട് സംഖ്യ ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ആദ്യത്തെ സംഖ്യക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കുക. ഈ കളിയിലുള്ള സംഖ്യ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതെന്ത് കൊടുക്കാം? എക്സ് പ്ലസ് 1 എന്ന് കൊടുക്കാം. ഇതിന് നമുക്ക് എക്സ് പ്ലസ് 7 എന്ന് കൊടുക്കാം. ഇതിന് നമുക്ക് എക്സ് പ്ലസ് 8 എന്ന് കൊടുക്കാം. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ചെയ്യാം. നമുക്ക് സംഖ്യ ഏതാണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സംഖ്യക്ക് എക്സ് ആണെന്ന് വിചാരിച്ചു. അടുത്ത സംഖ്യ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിൻ്റെ കൂടെ 1 കൂട്ടണം അല്ലേ. അടിയിലത്തെ സംഖ്യ കിട്ടാൻ എക്സിൻ്റെ കൂടെ 7 കൂട്ടണം. ഇത് കിട്ടാനോ എക്സിൻ്റെ കൂടെ 8 കൂട്ടണം. അപ്പോൾ നമ്മൾ ഏതാണ് ഈ സംഖ്യകൾ എന്ന് കണ്ടുപിടിക്കാൻ പോകണം അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടിയെന്ന് പറഞ്ഞു? 8 കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കാം. ഇത് എക്സ് പ്ലസ് ഇവിടെ എക്സ് പ്ലസ് 1, പിന്നെ ഇവിടെ എക്സ് പ്ലസ് 7 പ്ലസ് എക്സ് പ്ലസ് 7, ഇനി പ്ലസ് ഇവിടെ എക്സ് പ്ലസ് 8 അല്ലേ. ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ഇപ്പോൾ 4 ആണെങ്കിൽ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 5 ആവും. അപ്പോൾ 4ഉം 5ഉം ഇനി ഇവിടെ 11 ആവും അല്ലേ. അപ്പോൾ 4ഉം 5ഉം 11ഉം 12ഉം കൂടി കൂട്ടുന്നു. അതേ രൂപത്തിൽ നമ്മൾ എക്സ് എന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ എക്സും എക്സ് പ്ലസ് 1ഉം വേണമെങ്കിൽ ബ്രാക്കറ്റ് വേണമെങ്കിൽ ഇട്ട് ചെയ്തോ. എക്സ് പ്ലസ് 1ഉം പിന്നെ എക്സ് പ്ലസ് 7ഉം പിന്നെ എക്സ് പ്ലസ് 8ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് പറഞ്ഞു? 8 കിട്ടും. ഇന്ന് നോക്കിയാൽ ഇതിൽ എത്ര എക്സ് ഉണ്ട്? എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 4 എക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 4 എക്സ് ഉണ്ട്. പിന്നെയോ 1 7ഉം 8 8ഉം 8ഉം 16. അപ്പോൾ 4 എക്സ് പ്ലസ് 16 അല്ലേ ഈക്വൽ ടു 80. അങ്ങനെയാണെങ്കിൽ 4 എക്സ് എന്ത് വരും? നമുക്കറിയാം അല്ലേ. 80 ഈ 16 അങ്ങോട്ട് മുമ്പ് -16. അതായത് 4 എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്? 64. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും? 64 ഇൻറ്റു എക്സ് എന്നുള്ളത് ഇൻറ്റു 4 എന്നുള്ളത് ബൈ 4 അല്ലേ. അപ്പോൾ 64 ഹരിക്കണം 4 എത്രവും? ഒരു പ്രാവശ്യം 4 24 6 4 24, അതായത് 16.
അപ്പോൾ എക്സ് അതായത് ആദ്യത്തെ സംഖ്യ എന്തായിരിക്കും 16 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ കള്ളി വരയ്ക്കുകയാണെങ്കിൽ ഏതായിരിക്കും സംഖ്യകൾ ഏതൊക്കെ ആയിരിക്കും? ഈ സംഖ്യ എക്സ് 16, അടുത്ത സംഖ്യ എക്സിനോട് 1 കൂട്ടണം, 16 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 17. ഈ സംഖ്യയോ എക്സിൻ്റെ കൂടെ 7 കൂട്ടണം, 16 കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ 23 അല്ലേ, 23. ഇനി ഇതിൻ്റെ കൂടെ എത്ര കൂട്ടണം? 8 കൂടെ, എക്സിൻ്റെ കൂടെ 8 കൂട്ടണം. അപ്പോൾ 16 കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ 24. അപ്പോൾ 16, 17, 23, 24 ഇതൊന്നും എല്ലാവരും ഒന്ന് കൂട്ടി വയ്ക്കുക, നമുക്ക് 80 കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൽ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.